ഒരു മൊബൈൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയാണെങ്കിൽ രേവതിക്കുട്ടിക്ക് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുക. കൂടെയാണെങ്കിൽ മനുവും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനുവിനെ നോക്കി ഇരിക്കുകയാണ് അലീന അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മനു വരുന്നുണ്ട്. മനുവിനെ കണ്ടപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ചിരി, ഒരു സന്തോഷം. അതുപോലെ രണ്ടുപേർക്കും അതുപോലെ തന്നെ. കാരണം എന്തെന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരു ചെറിയൊരു ഇഷ്ടമുണ്ട്. ഇഷ്ടം ചെറുതെന്ന് പറയാൻ പറ്റൂല. മനുവിന് നല്ല ഇഷ്ടം അലീനയുടെ അടുത്ത്, എന്നാൽ അലീനയ്ക്കും അതുപോലെ ചെറുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിൽ പരസ്പരം കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇല്ല, ഞാനൊന്ന് നോക്കിയതാ, എന്നെ നോക്കിയത് കൊണ്ട് എനിക്കെന്താ നോക്കിക്കൂടെ എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലാണെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ പറയുക. അമ്മയുണ്ടായിരുന്നിട്ടും എന്താ അമ്മയുടെ സ്നേഹം പോലും കിട്ടാൻ പറ്റാത്ത ആയിപ്പോയല്ലോ. എല്ലാം മാറും, എല്ലാം ശരിയാവും എന്ന് മനു പറഞ്ഞ് സമാധാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ പോയപ്പോഴത്തേക്കും കുറച്ച് നേരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പറയുക, നമുക്ക് നടന്നു പോയാലോ. അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും രേവതിക്കുട്ടിയുടെ അരിയും കൂടെ ഇങ്ങനെ വന്നിട്ട് പറയുക, അവർ രണ്ടുപേരും കാണാൻ നല്ല ചേർച്ചയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ വന്നത് എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് ആനിയുടെ അടുത്ത്. അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് പോകാൻ വേണ്ടി കാറിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും മനു പറയുന്നുണ്ട്, എന്തായാലും ആക്സിഡൻറ്റിന് പറ്റുമോ എന്തോ, അതെന്താ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, നീ ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ ഞാൻ അപ്പോഴപ്പോഴായിട്ട് നിന്നെ നോക്കുമല്ലോ. നോക്കുമ്പോഴത്തേക്കും വണ്ടി ശ്രദ്ധിക്കാൻ പറ്റില്ല നിന്നെ നോക്കുന്നതുകൊണ്ട്. നീ ഫ്രണ്ടിലിരുന്നാൽ എനിക്ക് വളരെ എളുപ്പത്തിൽ നിന്നെ കാണുകയും ചെയ്യാമല്ലോ. ആഹാ, അത്രയ്ക്ക് അങ്ങനെയാണോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അറിയാം, എനിക്കിപ്പോൾ അങ്ങനെയാണ് നിൻ്റെ അടുത്ത് ഒരു ഇഷ്ടം കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ചിരിക്കുന്നുണ്ട് അലീന. അങ്ങനെ അവർ കാറിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ആദ്യം രേവതിക്കുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കും രേവതിക്കുട്ടി സന്തോഷത്തോടെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്തായാലും എന്നെ കാണാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ, എന്നെ മറന്നെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് രേവതിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും പറയുക, അച്ഛൻ്റെ ഉണ്ടെന്ന് അറിഞ്ഞ് എല്ലാവരും അന്വേഷിച്ച് തിരക്കിപ്പം വരുവാന്ന് അറിഞ്ഞല്ലോ. പിന്നെ എന്താ നിനക്ക് പറ്റിയത്? ഞാൻ എന്താ പറയണ്ടേ? എൻ്റെ അമ്മയെ എന്നെ ഉപേക്ഷിച്ച് പോയ ആളല്ലേ, അത് കാരണമല്ലേ എൻ്റെ അമ്മ ആത്മഹത്യ വരെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് എന്നിട്ട് പറയുക, എന്തായാലും അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ സ്നേഹവും അനുഭവിക്കുന്നത് ഒരു പ്രത്യേക ഒരു അത് അനുഭവിക്കുന്നവർക്കേ അത് അറിയാവുള്ളൂ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി പറയുക, അമ്മയുണ്ടായിരുന്നിട്ടും അമ്മയുടെ സ്നേഹം പോലും കിട്ടുന്നില്ലല്ലോ, അങ്ങനെയായല്ലേ നിൻ്റെ കാര്യം എന്ന് രേവതിയും പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആ ചെറിയ കൊച്ചിനെ കാണാൻ പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് അലീനയുടെ അടുത്ത്. അതിനെന്താ, നമുക്ക് ആ കൊച്ചിനെ പോയി കണ്ടു കളയാലോ, എന്തെങ്കിലും വായിച്ചിട്ടൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ പോയി ആ കൊച്ചിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞ് അതുപോലെ തന്നെയാണ്, ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരെയും കണ്ടതിൻ്റെ. അങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അലീന. അങ്ങനെ അവർക്ക് എല്ലാവർക്കും സന്തോഷമായല്ലോ ആ കാര്യങ്ങളൊക്കെ കേട്ട്, അതുപോലെ തന്നെ കാണാൻ പറ്റിയതിന് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുക അലീനയും മനുവും കൂടി. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പറയുക, എന്തായാലും രേവതിക്കുട്ടിയുടെ കാര്യം വളരെ ഒരു വിഷമം വരുന്നതാണ്. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്തായെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന്. എങ്കിൽ നമുക്കവിടെ പോയി അവളെ കാണിച്ചു കൊടുക്കണം, അവളെ അച്ഛനെ എന്ന് മനുവിൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ മനുവിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അവിടേക്ക് വരിക. ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുക, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എന്തായി? അത് ബില്ലടയ്ക്കാൻ വേണ്ടി അവളെ വീട്ടുകാരൊക്കെ വന്നപ്പോഴത്തേക്കും സമ്മതിച്ചില്ല. എന്തായാലും അവൾ പറയുക, വൈജയന്തി തന്നെ അടയ്ക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ, വന്നു കഴിയുമ്പോഴല്ലേ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നേ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് മനു. അതോ, എല്ലാം അറിയുന്ന നിമിഷം ഞാനാണെങ്കിൽ അവൾക്ക് കൊടുത്തിന് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പോട്ടെ, അറിയുന്ന ദിവസമാണ് അവളെ ഏറ്റവും വലിയ ദുഃഖിക്കുന്നത്, അത് കണ്ടെനിക്ക് സന്തോഷിക്കണം എന്ന് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കേട്ടപ്പോൾ മനു പറയുന്നുണ്ട്, എന്തായാലും എന്താ ഇത്ര വൈരാഗ്യം കാണിക്കുന്നത്? ഇനി എനിക്കത് മറന്നുകൂടെ? അലീനയെ ഓർമ്മിച്ചെങ്കിലും അലീനയെ എന്നെ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത്. എന്തായാലും ആ വൈജയന്തിയാണെങ്കിൽ ഒരു മനസ്സിലാക്കട്ടെ എല്ലാം ബാലചന്ദ്രൻ പറയുന്നുണ്ട്.